ഹായ് നീറ്റ് ആസ്പിരൻസ് 2026 നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ. ഇനി എത്ര സമയമാണ് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളതെന്ന് അറിയോ? ഏകദേശം 6 മാസത്തെ സമയം നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുണ്ട്. ധാരാളമാണല്ലോ അല്ലേ? 6 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാനും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും എന്നിട്ട് 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നീറ്റിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2025 നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ടാവും അല്ലേ? എന്തായിരുന്നു 2025 നീറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടത്? നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും ടഫസ്റ്റ് ആയ നീറ്റ് എക്സാമുകളിൽ ഒന്ന് എന്നല്ലേ നിങ്ങൾ കേട്ടത്? അപ്പോൾ വരാൻ പോകുന്ന നീറ്റ് എക്സാമുകളുടെ ഒരു സൂചനയാണ് ആക്ച്വലി 2025 നടന്നു പോയത്. അതായത് വരാൻ പോകുന്ന നീറ്റ് എക്സാമുകൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയി മാറിയ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇനിയുള്ള 6 മാസങ്ങളിൽ അതിലും കുറച്ച് മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ആൾറെഡി എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞ ആളുകളാവാം ഭൂരിഭാഗം. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി പഠിക്കുന്ന ആളുകളുണ്ടാവാം, അതല്ലെങ്കിൽ +2 ബോർഡ് എക്സാമിന് വേണ്ടി +2 ഇപ്പോൾ പഠിക്കുന്ന ആളുകളുണ്ടാവാം, പലതരം ആളുകളുണ്ടാവും. ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ ആൾമോസ്റ്റ് എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ റിവിഷൻ ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും നേരത്തേക്ക് നമ്മൾ റിവിഷൻ ആരംഭിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആരംഭിക്കേണ്ടതുണ്ട് എന്നും അതിൻ്റെ പ്രാധാന്യം എന്തെന്നുമാണ് 2025 നീറ്റ് എക്സാമിൻ്റെ എക്സാമ്പിൾ ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോഴേ നമ്മുടെ റിവിഷൻ തുടങ്ങിയാൽ 2026 നീറ്റ് നമുക്ക് 2025 പോലെ ഒരിക്കലും ഒരു അൺഎക്സ്പെക്റ്റഡ് പരീക്ഷയായി, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു പരീക്ഷയായിട്ടോ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കി പോകുന്ന ഒരു പരീക്ഷയായിട്ടോ ഒരിക്കലും മാറില്ല. സോ റിവിഷൻ എത്രത്തോളം നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. റിവിഷൻ അല്ലേ, അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് റിവൈസ് ചെയ്താലും പോരെ, നമുക്ക് സ്വയം ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് പോരാ. ഒരു വെൽ സ്ട്രക്ചേർഡായ റിവിഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൺപ്രഡിക്റ്റബിൾ ആവാൻ പോകുന്ന ഒരു നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഗംഭീരമാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻ്റ് പോയി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷൻ പ്ലാനാണ് സൈലം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സൈലം XPL നീറ്റ് 2026. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ XPL നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് ആരംഭിച്ചിരുന്നത്. ഈ വർഷം പക്ഷേ നേരത്തെ ആരംഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ് നീറ്റിൻ്റെ. അതായത് പരീക്ഷ എങ്ങനെ വേണമെങ്കിലും വരാം. എത്രത്തോളം ഡിഫിക്കൽട്ട് പരീക്ഷയാണെങ്കിലും മക്കളെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കോൺഫിഡൻസ് ഇല്ലാതെ പോയി പരീക്ഷ എഴുതാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഡോക്ടറായി തീരണം എന്നടങ്ങാത്തൊരു വാശിയില്ലേ? ആ വാശി നമ്മൾ ആളിക്കത്തിക്കണമെങ്കിൽ കൃത്യമായ പ്രിപ്പറേഷൻ നമുക്ക് വേണം. അതായത് കൃത്യമായ റിവിഷൻ പ്ലാൻ നമുക്ക് വേണം. സോ XPL നീറ്റിൻ്റെ ക്ലാസ്സുകൾ ഈ വരുന്ന നവംബർ 15 നമ്മൾ ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരുപാട് നേരത്തെയാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് നേരത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 നീറ്റിന് വേണ്ടി നിങ്ങളെ എല്ലാ തരത്തിലും കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. 2026 നീറ്റ് ഒരു വെൽ സ്ട്രക്ചേർഡായ സ്റ്റഡി പ്ലാനിനൊപ്പം പഠിച്ചു പോകണോ അതോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്ലാനിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത് നമുക്ക് 2026 നീറ്റ് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. നമുക്ക് XPL നീറ്റ് 2026 കാണാം. ഓൾ ദി ബെസ്റ്റ്.